വംശത്തിന്റെയും ദേശത്തിന്റെയും സുഹൃതമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായി തമ്പുരാട്ടിക്ക് നമസ്കാരം. 2007 നാട് നീങ്ങിയ ഉത്രാടം തിരുനാൾ ദേശരത്ന മാർത്താണ്ഡവർമ്മ തമ്പുരാന്റെ ക്ഷണം സ്വീകരിച്ച് ഈ രാജവംശത്തിലെ നാടിന് നന്മ വരുത്താൻ ശ്രീമദ് ഭാഗവത യജ്ഞം ഇവിടെ പത്മനാഭസ്വാമി തിരുസന്നിധിയിലാണ് നവരാത്രി മണ്ഡപത്തിൽ നടത്തിയിരുന്നു. അതിൻ്റെ അനുഭവങ്ങൾ അമ്മയ്ക്ക് പങ്കുവയ്ക്കാമോ? നവരാത്രി മണ്ഡപത്തിൽ വെച്ച് അമ്മയാണ് വായിച്ചത്. ഭാഗവതമാണ്, സപ്താഹമായിട്ടാണ്. എപ്പോഴും പോകാൻ സാധിച്ചില്ല, പക്ഷേ പോകാൻ സാധിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. എല്ലാം ശാന്തമായ അനുഗ്രഹീതമായ അന്തരീക്ഷം ആണ്. അല്ലെങ്കിൽ പോലും അതിന് അധികസ്യാധിക ഫലം അമ്മ വന്ന് അവിടെ ഭാഗവതം തന്നെ വായിക്കുമ്പോൾ അത് വളരെ വളരെ നമുക്കൊക്കെ വളരെ സന്തോഷവും ഒരു അനുഗ്രഹവുമായിട്ട് തോന്നി. 2007 തിരുവിതാംകൂർ കൊട്ടാരത്തിലെ നവരാത്രി മണ്ഡപത്തിൽ ശ്രീമദ് ഭാഗവത യജ്ഞം നടത്തിയതിൻ്റെ സാഹചര്യം അമ്മയ്ക്കൊന്ന് വിവരിക്കാമോ? ഉത്രാടം തിരുനാൾ മഹാരാജാവ് തിരുമനസിൻ്റെ ഏക സഹോദരിയുടെ മകളാണ് ഞാൻ. തിരുമനസിൻ്റെ സഹധർമ്മിണി ശ്രീമതി രാധാദേവി അമ്മച്ചിക്ക് ജ്യോതിഷപ്രകാരമൊക്കെ സമയം വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എത്രയോ ശിവക്ഷേത്രങ്ങളിൽ അവിടെ ഓരോ അർച്ചന വഴിപാടുകൾ നടത്തണം, ഇങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്യണം എന്നെല്ലാം പലതും പറഞ്ഞിരുന്നു. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയാൻ വയ്യ. പക്ഷേ ജനറലായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ അതനുസരിച്ച് കൊച്ചമ്മാവൻ ഉത്രാടം നാൾ ഒരുപാട് ശിവക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്. അനവധി ശിവക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭാഗവത സപ്താഹം എന്ന് പറയുന്നത് പ്രൗഢഗംഭീരമായ അതിൻ്റെ ഒരു പുണ്യം പ്രൗഢഗംഭീരം തന്നെയാണ്. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ ഭാഗവതം എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യം തന്നെയാണ്. അപ്പോൾ ഭാഗവതം ഒരു ആചാര്യമുഖത്തിൽ അതിനെക്കാട്ടിലും പുണ്യം. പിന്നെ നടത്തിയ സ്ഥലം എത്രയോ വൈദിക കർമ്മങ്ങളുടെ മാറ്റൊലി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ എല്ലാം കൂടെ അപ്പോൾ അമ്മ ചിങ്ങോളിയിൽ നിന്നും രമാദേവി അമ്മ വന്നിരുന്നു. അമ്മാവൻ ചോദിച്ചു, ഒരു ഭാഗവത സപ്താഹം നടത്താമോ എന്ന് ചോദിച്ചു. അമ്മ തന്നെ ആണ് വന്ന് വായിച്ചതും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ശിഷ്യർ പോലും ഇല്ലാതെ തനിച്ച് തന്നെയാണ് വായിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് അമ്മ തന്നെ പറയണം, വേറെ ആരെങ്കിലും കൂടെ വായിച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ നടത്തുകയായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു കാരണം അന്ന്.